ഇതെന്താപ്പ നിങ്ങനൊരു സ്വപ്നം, അതും വെളുപ്പാങ്കാലത്തെ? അതാരാത്? ഒരു ചൊങ്കൻ ചെക്കൻ. തുടങ്ങി ഓരോരുത്തര്. ബാലാമണി പോയി. ബാലാമണി കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോയി. വരണോ എന്റെ കൃഷ്ണ? ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ഠ ഏകാദശി. ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ. ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട്. കാട്ടുകോഴിക്കെന്ത് ചങ്ക്രാന്തിന്റെ ഒരു പറച്ചില് പോലെ ബാലാമണിക്കെന്ത് ഏകാദശി എന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമരസെറ്റിന്റെ ഭാവം. മായനൂരിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവനായെന്ന് പറഞ്ഞ കൊശവനാര് വിട്ടത്. എന്റെ ബാലാമണിയെ സുഹൃതമെന്നല്ലാണ്ട് എന്താ പറയാ. രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായൂരപ്പനെ ഇങ്ങടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃത. ഇതുപോലെ വന്നിട്ട് ദിവസം 10 കഴിഞ്ഞു. ഇന്നേ വരെ ബാലാമണി അമ്പലാട കണ്ടിട്ടില്ല. അതെങ്ങനെയാ? നേരം വെളുത്ത അന്ത്യ അവളൊരു വിളിയല്ലേ, ബാലാമണിയെ ബാലാമണിയെ ബാലാമണിയെന്ന്. എന്റെ കയ്യില് കിട്ടട്ടാ തന്നേനെ ഒരു സുഹൃതക്കാരൻ. കാണിക്കണ ആളല്ലേ. എന്നെ ഒന്നങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? എന്തേ? എന്തു പറഞ്ഞാലും ഒരു കള്ള ചിരിയും നോട്ടോ. ശബ്ദം ഞാനും കേട്ടു. രാത്രി ചില വെളിയും പടിയൊക്കെ ഉണ്ടാവുന്ന കൂടി പറഞ്ഞാ മറക്കണ്ട. ഞാൻ പോയി തുറന്നു നോക്കാം. ഈ പണിയിൽ അഹമ്മദിക്ക വാതയുടെ ചവിടെങ്കിലും ചുരുടാനുള്ള നേരത്ത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനും വരാൻ കുട്ടി. വേണ്ട അമ്മ. വെള്ളം കിട്ടാതെ വലിച്ച ആത്മാക്കളാ രാത്രി കിടന്ന് കരിഞ്ഞു വീട്ടില്ല. ഓ, ഈ പെരുമഴയ്ക്കാ വെള്ളം കിട്ടാതെ കരയുന്നത്. കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വയ്ക്കാൻ പോകുന്നു. ഇത് വലിയ അതിശയം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ സ്വപ്നത്തിലെ കണ്ട കല്യാണ ചക്കൻ ഞാൻ വന്നിരിക്കണോ അതുപോലെ ഒരാള്. ഗുരുവായൂരപ്പ ഇന്ദ്രജാലക്കാരാ എന്താപ്പ നിന്നിട്ട് മറുമായും. ചെക്ക സുന്ദരനാട്ടോ, ഇഷ്ടാവും ആർക്കും. എന്റെ കാര്യമല്ല സാർ, ഞാനൊരു പൊതുകാര്യം പറഞ്ഞേ ഉള്ളൂ. എന്തിനമ്മ ഉറക്കൊഴിച്ചിരുന്നേ? കിടക്കായിരുന്നില്ലേ? അതാ നന്നായി. എന്ത് കോലമായത്, വല്ലാണ്ട് ചടച്ചു പോയല്ലോ. പിന്നെ ആളെ കണ്ട അറിയാണ്ടായോ? മതി മതി മതി, സൂചിപ്പിക്കല്ലേ. ഇനി ഉണ്ടല്ലോ ചിലരൊക്കെ. എവിടെ ബാലാമണി? അടുക്കളപ്പുറത്ത് എന്താ ചുരണ്ട് നിക്കുന്നത് കണ്ട്. പേശാമണിയന്മാർക്ക് നല്ല സുഖല്യ വയറിന്. എങ്ങനെയാ ഉണ്ടാവുക? 24 മണിക്കൂറും ചവയല്ലേ ചവ. എനിക്കിത്ര പ്രശ്നങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്കും. ദേ അവളൊരു ദൂരയാത്ര കഴിഞ്ഞു വരിക. ഇത്തിരി വെള്ളം ചൂടാക്കി കുളിമുറി കൊണ്ടുവയ്ക്കേ. വാ മോളെ. പാറുട്ടിനെങ്ങടാ മറപ്പറി പറ്റില്ല. വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാൽ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കേ. ഈ വെറുതെ അങ്ങനെ പിടിക്കോ? വറകുപുറയിൽ പോയി വറകെടുത്തോണ്ട് വരിക. വേറെ എടുത്തെന്ന് വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. കാത്തേന്ന് നടന്നോ. ഞാൻ നടന്നോന്നങ്ങനെ വിചാരിക്കുക. എന്നിട്ട് മുമ്പിൽ ഞങ്ങൾ നടന്നോളുക. ചോദ്യോത്തര പന്തി കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോളൂ. ആയമ്മ വരുന്നേക്ക് നല്ല നിശ്ചയുണ്ടായിരുന്നു. കുളിമുറിയില് വെള്ളം റെഡിയാ. പിന്നെ ഇരുട്ടത്തതേ നിക്കണ്ട. കുമ്പിട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാ. അയ്യോ, ആരാ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ. അല്ല, ഉണ്ണിയേട്ടൻ. ജാനുവേച്ചി പറഞ്ഞു വന്നൂന്ന്. കാണാം. നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെയോ? അതെ, അമ്പലപ്പാട്ടെ. ശരി, പോട്ടെ. ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാ ഞാൻ. ആ കൈ ഇങ്ങ് തന്നാൽ നോക്കി ഫലം പറയാം. ഓ, എനിക്കറിയാം. വെറുതെ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ ആൺകുട്ടികൾ പലരും ഇത് പറയും. വേണ്ട, കൈ തൊടുന്നില്ലേ. മുഖം നോക്കി ലക്ഷണം പറഞ്ഞാലോ? പറയൂ. 6-ാം വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുട്ടിയായിരുന്നു ബാലാമണി. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി. ഫലമുണ്ടായില്ല. ഒരു ദിവസം ഒരു ദിവ്യൻ വീട്ടിൽ വന്ന് കുറച്ച് ഭസ്മം തന്നു. അതിനുശേഷം നല്ല മണിയായി സംസാരിച്ചു തുടങ്ങി. പുളുക്കഥയാണോന്ന് അറിയില്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട് അല്ലേ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്ന. ഇല്ലാണ്ട് അറിയില്ല. ഞാൻ ജാനുവേച്ചിയോട് പറഞ്ഞിട്ടാ തോന്നണേ. അവിടെ ഇരിക്കേ. ആ ശരി, മറ്റൊന്ന് പറയാം.
ആരെയെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഈശ്വര, ഇതുപോലെ പറഞ്ഞതാ. ആര്? ആർക്കൊക്കെ അറിയാത്? എന്ത് ബുദ്ധിയാ തന്റെ? പിന്നെങ്ങനെയാ? ഇതൊക്കെ ശാസ്ത്ര കുട്ടി. ഇനിയും പറയണോ? പറയൂ. താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നു അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ. ഇതൊരെണ്ണം മാത്രം പൊട്ടത്തരായിപ്പോയി. ഈ ജന്മം നടക്കാത്ത കാര്യം അത്. മനുവിന്റെ അവസ്ഥ എന്താ? സങ്കടാണ്. എന്റെ സ്ഥിതിയും ഒരു കൂട്ടിയ ശക്തിയൊക്കെ പോവും പോലെ. പ്രാർത്ഥിക്കണില്ലേ? അതേ ഉള്ളൂ ഒരു ആശ്രയം. പ്രാർത്ഥിക്കും, നല്ലത് നടക്കാൻ വേണ്ടി. എന്ന് വെച്ചാ തനിക്കും മനുവിനും നല്ലത് വരാൻ. ഭഗവാൻ കേൾക്കണില്ലെന്നാ തോന്നണേ. തന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഭഗവാനെ, ഇതെന്താ മായ? ഇതെന്താണ്? ഇതെവിടുന്നത്? ഈ ചുവന്ന പുള്ളികള്? ഇത് നടന്നില്ലേ? പിന്നെയാണ് ഒരു കല്യാണം. കുട്ടി പോ. ഉണ്ണിട്ടാ, ഇതെന്താ മാജിക്കോ? ഈശ്വര. വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ. ആ, ഞാൻ പോട്ടെ. എന്നെ അവിടെ തിരക്കും. ഉണ്ണിട്ടാ, ആ, ഇതെങ്ങനെ ഈ ചുവന്ന പൊട്ടുകൾ വന്നേ? ഒന്ന് പറഞ്ഞിട്ട് പോ. ഉണ്ണിട്ടാ, ഇതെന്താ കണ്ടിട്ടത്? എന്ത് തെറ്റിന്റെ പേരിലാണാവോ നിന്നെ പടിയിറക്കണത്? സ്വന്തം നില മറന്നു. അതാ എല്ലാരും പറയണേ. അങ്ങനെയാവുമ്പോ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി കൂടി ഇല്ലായിരുന്നോ? അവനെന്താ ശിക്ഷ? ആൺകുട്ടിക്കും കിട്ടിയല്ലോ. ഒരുപാട് വിഷമിക്കണുണ്ട്. ഇവിടെ വാ. ഇവിടെ ഇവിടെ ഇരിക്കാൻ. പുതിയതാ? ഉവ്, കല്യാണത്തിന്റെ വകയില് എനിക്കും കിട്ടി വരണം. ഇനി കാണുമോ നിന്നെ? അറിയില്ല. ഒരു കടം ബാക്കി വെച്ചിട്ടാ നീ പോണേ. അറിയാം. എവിടെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് കിട്ടണത് കുറേശ്ശെ ഞാൻ കേശവനാടയിൽ കൊടുത്തേക്കാം. മറക്കില്ല. അത് തന്നു തീർത്താലും നീ ബാക്കി വെച്ച മറ്റൊന്നുണ്ട്. മൂളി നടന്ന് കൊതിപ്പിച്ച ഒരു പാട്ടുണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് മാത്രമായിട്ട് പാടിത്തരാമെന്ന് പറഞ്ഞ പാടിത്തരുമോ? അത് എനിക്ക് കഴിയോ? ഉവ്വ്. ഇല്ലെങ്കില് എന്റെ കണ്ണടഞ്ഞൊന്ന് കേൾക്കുന്ന ദിവസം നിനക്ക് പ്രയാസം തോന്നും. പഴയ പോലെ ഇവിടെ നീ ഞാനും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ശ്രമിക്കാം. ഇതാണ് ബാലാമണി. പഠിപ്പും പത്രാസും പണമൊന്നുമില്ല. ജന്മം കൊടുത്തവര് ഉപേക്ഷിച്ചിട്ട് പോയ അനാഥ പെണ്ണ. ഇവിടെ വാ. ഇവൻ ഇവളെ ഇഷ്ട, ഇവൾക്ക് ഇവനെ. അതൊരു തെറ്റായിട്ട് നിങ്ങളിൽ ചിലർക്ക് തോന്നുന്നുണ്ടാവും. എല്ലാം കാണുന്ന ഭഗവാന്റെ കണ്ണില് ഇവർ രണ്ടും തെറ്റുകാരല്ല. ഈ കുട്ടികളെ ഒരുമിച്ച് ജീവിക്കാൻ വിട്ട ഇടിഞ്ഞു വീഴാൻ പോണത് എന്തായാലും എനിക്ക് കാര്യമല്ല. ഇതെന്താ തീരുമാന? ആർക്കെങ്കിലും എതിര് പറയാനുണ്ടോ? ആലികെട്ട് കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴാന്നുള്ള പരിപാടി നടക്കില്ല. ഡൽഹിയിൽ നിന്ന് ഏതോ VVIP വന്നിരിക്കുന്നു. ഉച്ചത്തെ കാറ്റഗറി. അകത്ത് ആരെയും കയറ്റി വിടില്ല. വിഷമിക്കണ്ട, ഗുരുവായൂരപ്പൻ എന്ന് വിടണ്ടല്ലേ, നമുക്ക് വരാന്നേ. താൻ
താലികെട്ടിന് മുമ്പ് തിരക്കും ബഹളം കാരണം തൊഴിലും നടന്നില്ല. ഇനിയിപ്പോ പാവം അവൾക്ക് സങ്കടം ഉണ്ടാവും. സാരില്ല മോളെ, രണ്ടുപേരും പോയി പുറത്തു നിന്ന് തൊഴുതാ മതി. എന്താ വേണം? ചാരുജി, ഇത് ഇവിടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയല്ല ഇത്, ഇതല്ല. എന്താ അമ്മ ഈ ബാലാമണിക്ക്? ഇവിടുത്തെ ഉണ്ണിന്ന് പറഞ്ഞ ബാലാമണി മറ്റാരോ കണ്ടിരിക്കണു. ആരോ ഇയാളെ കളിപ്പിച്ചതോ? ഉണ്ണി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു ആ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. ഞാൻ പറ്റിക്കുക എല്ലാരും കൂടെ. എന്താ ബാല, എന്ത് പറ്റി? വാ മനുവേട്ട, വാ, എനിക്ക് മനസ്സിലായി. വാ മനുവേട്ട. എന്താ മോളെ? ബാല, എന്താ ഇത്? വാ, പോവാം, വാ. നമുക്ക് സമയമില്ല, നമുക്ക് പോണ്ടേ? വാ. ഞാനേ കണ്ടുള്ളൂ. മനുവേട്ട, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരെ? അത് ഉണ്ണിയേട്ട.